തകർന്ന ജീവിതങ്ങൾ തിരികെ വരുന്നത് എന്നും ആവേശമുള്ള കഥയാണ്. അത് ഏതു രാജ്യത്താണെങ്കിലും ഏതു സമൂഹത്തിനിടയിലാണെങ്കിലും. ഒരാണ്ട് മുമ്പാണ് ജീവിതത്തെ ഉള്ളുലച്ച് കടന്നുപോയ ഒരു വലിയ ദുരന്തമുണ്ടായത്. ആ ദുരന്തത്തിൻ്റെ ഒരാണ്ടിൽ നമ്മൾ ഒരിക്കൽ കൂടി ചുരം കയറി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. വയനാട്ടിൽ ചൂരന്മല മുണ്ടക്കൈ ദുരന്തത്തിന് ഒരാണ്ട് തികയുമ്പോൾ ഉള്ളുലഞ്ഞുപോയ അനുഭവങ്ങളിലൂടെ നമ്മുടെ റിപ്പോർട്ടർമാരും ഒപ്പം ഇവിടെയുള്ള മനുഷ്യരും കടന്നു പോവുകയാണ്. ദുരന്തത്തിന് ഒരാണ്ട് എന്നല്ല നമ്മൾ പറയുന്നത്, അതിജീവനത്തിന് ഒരാണ്ട് എന്നാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി നമ്മൾ ചൂരൽമലയിലെത്തിയിരിക്കുന്നു. എനിക്ക് പിന്നിൽ പ്രേക്ഷകർക്ക് ആ സാവധാനം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞരുവിയെപ്പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുന്നപ്പുഴ കാണാം. പുന്നപ്പുഴ ഇപ്പോൾ ശാന്തമാണ്. മാത്രവുമല്ല, പുന്നപ്പുഴയിലെ വെള്ളത്തിൻ്റെ നിറം തെളിനീരൊഴുക്കാണ്. പുന്നപ്പുഴയ്ക്ക് ആരും കണ്ടാൽ ഒന്ന് കുളിക്കാൻ ആഗ്രഹിക്കുന്ന അതേ ഒഴുക്കിലേക്ക് എങ്ങനെയായിരുന്നോ കഴിഞ്ഞ വർഷം ജൂലൈ 29 വരെ ഈ പുഴ ഒഴുകിയിരുന്നത്, ആ മട്ടിലാണ് പുഴയുടെ ഒഴുക്ക്. ഒന്നും സംഭവിച്ച മട്ടില്ല. പക്ഷേ ഇവിടെ കാണുന്ന ഭൂപ്രകൃതി എല്ലാ ഓർമ്മകളും വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇരമ്പിയാർത്തു വരുന്നുണ്ട്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് വെള്ളാർമല സ്കൂള്. ആ വെള്ളാർമല സ്കൂള് ഇപ്പോഴും അതേ മട്ടിനിപ്പാണ്. പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളാണ്. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള പുതിയ കെട്ടിടമടക്കം എല്ലാം ഉപേക്ഷിക്കപ്പെട്ട് ഇവിടുത്തെ മനുഷ്യർ പലായനം ചെയ്തു കഴിഞ്ഞു. ഒന്നും രണ്ടുമല്ല, 298 മനുഷ്യർക്കാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. 402 പേർക്കാണ് അവരുടെ വീടും കിടപ്പാടവും നഷ്ടപ്പെട്ടത്. എത്രയോ മനുഷ്യർ അനാഥരായി. ചൂരൽമല എന്നൊരു ഗ്രാമം തന്നെ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായി. 10-11 വാർഡുകൾ പൂർണ്ണമായിട്ടും ഇല്ലാതായി. വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് ഒരുപക്ഷെ വാർഡ് പ്രതിനിധികൾ ഉണ്ടാവില്ല, വോട്ട് ചെയ്യാൻ വോട്ടർമാരും ഉണ്ടാവില്ല. ഒരു നാട് മുഴുവൻ തുടച്ചു നീക്കിയ ഒരു വലിയ ദുരന്തത്തിന് ഒരു ആണ്ട് തികയുമ്പോൾ നമ്മളതിന് പേരിട്ടിരിക്കുന്നത് അതിജീവനത്തിനൊരാണ്ട് എന്നാണ്. അതിജീവനം എപ്പോഴും നമ്മളെ വല്ലാതെ ചലഞ്ച് ചെയ്യുന്ന ഒന്നാണ്. നെവർ ഗിവ് അപ്പ് എന്നാണല്ലോ, ഒരിക്കലും നിങ്ങൾ വിട്ടുകൊടുക്കരുത് എന്നാണ്. ചിറക് തളരുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിലും ഇങ്ങനെ ചിറകടിച്ച് പറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിനുമപ്പുറം പിന്നെ എന്താ ഉള്ളത്? വയനാടും ചൂരൽമല മുണ്ടക്കയും ഇവിടെ പുതുതായിട്ട് വരുന്ന ഈ പുനരധിവാസ പദ്ധതിയുമെല്ലാം നമ്മളോട് പറയുന്നതും അതാണ്. എല്ലാം തകർത്തെറിഞ്ഞ് പുന്നപ്പുഴ ഒഴുകിയാലും നമ്മൾ മനുഷ്യരല്ലേ, വിജയിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും.